പട്ടിണി യുദ്ധായുധമാക്കിയുള്ള ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിക്കിടെ പട്ടിണി കിടന്ന് മരിച്ചവരുടെ എണ്ണം 200 കടന്നു. 24 മണിക്കൂറിനിടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 5 പേർ കൂടി പട്ടിണി കൊണ്ട് മരിച്ചു. ഖാൻ യൂനിസിൽ എയർ ഡ്രോപ്പ് വഴിയുള്ള സഹായ കിറ്റ് തലയിൽ വീണ് ഒരു കുട്ടി മരിച്ചു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 148 പലസ്തീനികളെയാണ് ഇസ്രായേൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ കൊന്നത്. ഇവരിൽ 87 പേരും ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങളിൽ സഹായം തേടിയെത്തിയവരാണ്. ഗസ പൂർണ്ണമായും കൈവശപ്പെടുത്താനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആവർത്തിച്ചു. MC നാസർ ചേരുന്നുണ്ട്. നാസർ, ഒരു ഇഞ്ച് പോലും പുറകോട്ടില്ലെന്ന് പറഞ്ഞ് നെതന്യാഹു നിൽക്കുന്നു. അതേസമയം അത്രയധികം ആക്രമണം അഴിച്ചുവിടുകയും ഒപ്പം തന്നെ പട്ടിണി കിടന്ന് ഭക്ഷണം പോലും ഇല്ലാതെ മനുഷ്യർ മരിക്കുന്നത് തുടരുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഗസയിൽ നിന്നുള്ളത്. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഗസയിൽ? തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള മനുഷ്യ കുരുതി നിർബാധം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം ഇനിയും വിപുലമായ തോതിലുള്ള സൈനിക നടപടികളിലേക്ക് താൻ നീങ്ങുകയാണ് എന്നൊരു പ്രഖ്യാപനമാണ് ഒരു ടെലിവിഷൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഗസയിൽ നമുക്കറിയാൻ സാധിക്കും, പിന്നിട്ട് 22 മാസമായിട്ട് ആക്രമണം നടക്കാത്ത ഒരു പ്രദേശം പോലും ബാക്കിയില്ല. പക്ഷേ ഇനിയും കൂടുതൽ ആയുധങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങി അതിശക്തമായിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു വംശഹത്യ പദ്ധതി തന്നെയാണ് നെതന്യാഹു ആവിഷ്കരിച്ചു വരുന്നത്. സൈനിക മേധാവി പോലും ഇതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഇന്നലെയും ഇന്നുമായി നടന്ന സുരക്ഷാ സമിതി യോഗത്തിൽ സൈനിക മേധാവി വ്യക്തമാക്കി ഒരു കാര്യമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബന്ദികളുടെ ജീവൻ കൂടുതൽ അപകടത്തിലേക്കാണ് പോകുന്നത്. അവരുടെ മൃതദേഹം മാത്രമായിരിക്കും ഇനി ഒരു പക്ഷേ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് കൂടുതൽ സൈനികർക്ക് ആളപായം സംഭവിക്കുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെടും. കാരണം ഹമാസിനെ നാം കരുതുന്നത്ര ചെറുതായിട്ട് കാണേണ്ടതില്ല. അതിശക്തമായിട്ട് ഒരു പോരാട്ട വീര്യത്തിൽ തന്നെയാണ് ഹമാസ് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് സൈനിക മേധാവി നൽകിയത്. പക്ഷേ ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ തന്റെ പ്ലാൻ എന്നത് സൈനികമായിട്ട് പൂർണ്ണമായിട്ടും ഗസയെ കൈപ്പിടിയിൽ ഒതുക്കുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ നീങ്ങണമെന്ന നിർദ്ദേശമാണ് നെതന്യാഹു ഇപ്പോൾ നൽകിയിരിക്കുന്നത്. തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള സ്മോട്രിക്കും അതോടൊപ്പം തന്നെ ബെൻഗവിറും നൽകിയിരിക്കുന്ന വലിയ തോതിലുള്ള ഒരു പിന്തുണയുണ്ട്. ആ പിന്തുണയോട് കൂടി ബലത്തിലാണ് കൂടുതൽ ശക്തമായി തന്നെ അഞ്ഞടിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്നലെയും ഇന്നുമായിട്ട് 100 കണക്കിന് മനുഷ്യരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിലും അധികവും സ്ത്രീകളും കുട്ടികളുമാണ്. അതോടൊപ്പം തന്നെയാണ് ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട വെടിവെപ്പ്, ആ വെടിവെപ്പ് നിർബാധം തുടരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇന്നും നിരവധി പേരാണ് ആ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് പോലും അമേരിക്കയുടെ ഇസ്രായേലിലുള്ള അംബാസഡർ വ്യക്തമാക്കിയിരിക്കുന്നത് വളരെ കുറ്റമറ്റ രീതിയിലാണ് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ ചുവടെയുള്ള ഭക്ഷ്യ വിതരണം നടക്കുന്നത് എന്ന വളരെ ബാലിശമായിട്ടുള്ള ഒരു അശ്ലീലം കലർന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അമേരിക്കൻ അംബാസഡർ നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഒരു വെടിനിർത്തലിനുള്ള ഒരു സാധ്യത ഇനി കുറവാണ്. അതുകൊണ്ട് ഗസയെ പൂർണ്ണമായിട്ടും കൈപ്പിടിയിൽ ഒതുക്കാനുള്ള നെതന്യാഹുവിന്റെ നീക്കം അത് ഇസ്രായേലാണ് അത്തരം ഒരു കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളേണ്ടത്. എന്തായാലും അമേരിക്കയ്ക്ക് ഇക്കാര്യത്തിൽ മറ്റൊന്നും ചെയ്യാനില്ല എന്ന അർത്ഥത്തിലുള്ള പൂർണ്ണമായിട്ടും ഈ ഒരു സൈനിക നീക്കത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കൻ അംബാസഡറും സംസാരിക്കുന്നത്. കൂടുതൽ ഭക്ഷ്യ വസ്തുക്കൾ ഗസയിലേക്ക് എത്തിക്കാനും അതോടൊപ്പം തന്നെ കൂടുതൽ വിതരണ കേന്ദ്രങ്ങൾ രൂപപ്പെടുത്താനും തന്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടാവും എന്ന് മാത്രമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഇസ്രായേലിലുള്ള അംബാസഡർ വ്യക്തമാക്കിയിരിക്കുന്നത്. ധന്യ, ഇവിടെ വലിയ പ്രതിഷേധം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചതാണ്. എത്രത്തോളം പ്രതിഷേധം ഉയരുന്നുണ്ട് ലോകരാജ്യങ്ങളിൽ, ഒപ്പം തന്നെ ഇസ്രായേലിനകത്തും എത്ര വലിയ പ്രതിഷേധമുണ്ട് എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ട്രംപിന്റെ നിലപാടാണ്. വംശഹത്യയല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇത്രയധികം ആളുകളെ ബോംബിട്ടും പട്ടിണി കിട്ടും ഇസ്രായേൽ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അത് വംശഹത്യയല്ല എന്ന് ട്രംപ് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് നിലവിൽ അമേരിക്കയ്ക്ക് മാത്രം ഇടപെടാൻ കഴിയുന്ന വിഷയത്തിൽ അമേരിക്കയുടെ നിലപാട്? ട്രംപ് ഈ വിഷയത്തിൽ ഏത് തരത്തിലൊക്കെയുള്ള ചർച്ചകളാണ് നിലവിൽ നടത്തുന്നത്? തന്നെ ഈ വംശഹത്യ എന്നത് അതിക്രൂരമായിട്ടുള്ള ഒരു പക്ഷേ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു വംശഹത്യക്ക് വേണ്ട എല്ലാ ചേരുവകളും തന്നെയാണ് പിന്നിട്ട 22 മാസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം 21 ലക്ഷത്തിലേറെ വരുന്ന പലസ്തീൻ ജനതയെ പൂർണ്ണമായിട്ടും ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കുക എന്ന കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം 62,000 പേർ ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ കൊല്ലപ്പെട്ടതായിട്ട് ഔദ്യോഗികമായിട്ടുള്ള വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. അതിന് പുറമെയാണ് 10,000 കണക്കിന് മനുഷ്യർക്ക് ഈ തകർന്ന
കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും മറ്റും കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിനും പുറമെയാണ് പരിക്കേറ്റവരുടെ എണ്ണം 1.5 ലക്ഷത്തിന് മുകളിൽ വരും. അതൊക്കെയും ഈ 22 മാസത്തിനുള്ളിൽ നമ്മുടെ കൺമുമ്പിൽ, പരിഷ്കൃത സമൂഹത്തിന്റെ കൺമുമ്പിലാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു വംശഹത്യ അരങ്ങേറുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ പോലും, ഒരുപക്ഷെ ഇസ്രായേലുമായിട്ട് ഏറ്റവും കൂടുതൽ സൗഹൃദ ബന്ധം പുലർത്തുന്ന ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾ പോലും ഇത് വംശഹത്യയുടെ ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ചില പുനരാലോചനകൾ തങ്ങൾക്ക് നടത്തേണ്ടി വരുമെന്ന് അവർ പോലും വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. പക്ഷെ എന്നിട്ട് പോലും നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ അമേരിക്ക ഇക്കാര്യത്തിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള അത്തരമൊരു പ്രതികരണം നടത്തിയിട്ടില്ല. മാത്രമല്ല UN-ൽ വന്നിരിക്കുന്ന പല വിരുദ്ധമായിട്ടുള്ള പ്രമേയങ്ങൾക്കും വീറ്റോ ചെയ്തുകൊണ്ട് ഇസ്രായേലിനോടുള്ള തങ്ങളുടെ പക്ഷപാതിത്വം കലർന്ന സമീപനം തന്നെയാണ് ട്രംപ് ഭരണകൂടം കൈക്കൊള്ളുന്നത്. ഇപ്പോൾ പോലും പൂർണ്ണമായിട്ടുള്ള ഒരു പരിരക്ഷ ഇസ്രായേലിന് നൽകുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ പോലും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ട്രംപ് നൽകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ നടക്കുന്ന വംശഹത്യ അമേരിക്കയുടെ പൂർണ്ണ ആശീർവാദത്തിൽ, അമേരിക്കയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയിൽ തന്നെയാണ് ഇത് മുന്നേറുന്നത്. ഗസയിൽ നിന്ന് ഈ മനുഷ്യരെ പൂർണ്ണമായിട്ടും പുറന്തള്ളാനും പറ്റുമെങ്കിൽ ഈ വംശഹത്യയിലൂടെ ആ ജനതയെ കൂട്ടക്കുരുതി നടത്തി തങ്ങളുടേതായിട്ടുള്ള ഒരു സൈനിക ആധിപത്യത്തിലേക്ക് ഗസയെ കൊണ്ടുവരിക എന്ന ഇസ്രായേൽ സയനിസ്റ്റ് രാഷ്ട്രത്തിന്റെ ആ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു ട്രംപിനെയും ട്രംപ് ഭരണകൂടത്തെയുമാണ് നിലവിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നതും. ധന്യ. നേരത്തെ സൂചിപ്പിച്ച ഇസ്രായേലിനകത്തുള്ള പ്രതിഷേധം, അത് ബന്ദികളുടെ കാര്യത്തിൽ വലിയ ആശങ്കപ്പെടുന്നവരുണ്ട്. ഒപ്പം തന്നെ മനുഷ്യാവകാശ പ്രവർത്തകർ കൂടി രംഗത്തേക്ക് അതിശക്തമായ രീതിയിൽ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആ സമ്മർദ്ദം ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഇപ്പോഴത്തെ നെതന്യാഹുവിന്റെ പ്രതികരണങ്ങൾ, ഇല്ലെങ്കിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് അതിൽ പോലും അനങ്ങിയിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും വേണം. അമേരിക്ക പോലും വ്യക്തമാക്കുന്ന നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ വെടിനിർത്തലിന്റെ ഒരു ചർച്ച പുനരാരംഭിക്കാനുള്ള ഒരു സാധ്യത തങ്ങൾ കാണുന്നില്ല എന്നതാണ്. ഒരുപക്ഷെ ഹമാസിന് മുകളിൽ കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദം ചെലുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന ഒരു കണക്കുകൂട്ടൽ ആയിരിക്കണം നെതന്യാഹു ഇത്രയേറെ ഭ്രാന്ത് പിടിച്ച തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. കാരണം 22 മാസമായിട്ടും ഹമാസിനെ അമർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ബന്ദികളെ സുരക്ഷിതമായിട്ട് തിരിച്ചു കൊണ്ടുവരാനോ ഉള്ള ഒരു നീക്കത്തിലും ആ ലക്ഷ്യങ്ങളൊന്നും തന്നെ നിറവേറാത്ത ഒരു നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ രാഷ്ട്രീയ അധികാരം നിലനിർത്തുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ അദ്ദേഹം മുഖവിലക്കെടുക്കുന്നുമില്ല. അത്തരം പ്രതികരണങ്ങൾ പോലും ഒട്ടും പരിഗണിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നെതന്യാഹുവും അദ്ദേഹത്തിന്റെ ഭരണകൂടവും മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ ഇപ്പോൾ തെല്ലവീവിലും അതോടൊപ്പം തന്നെ ജെറൂസലമിലും ഹൈഫയിലും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇനി നടക്കുന്ന ആക്രമണങ്ങൾ തീർച്ചയായിട്ടും ഈ ബന്ദികൾ കൊല്ലപ്പെടാനുള്ള വലിയ സാധ്യത പേടിക്കുന്നുണ്ട്. ബന്ദികളുടെ ബന്ധുക്കൾ മാത്രമല്ല പ്രതിപക്ഷവും. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് യായിർ റാപ്പിഡും മറ്റും വ്യക്തമാക്കുന്നത്. കാരണം ഇനിയും ഈ യുദ്ധത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇസ്രായേലിന്റെ വലിയ പരാജയത്തിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് ഭരണകൂടം പിന്മാറണമെന്നാണ് പ്രതിപക്ഷം ഒന്നടങ്കം തന്നെ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ സമ്മർദ്ദമൊക്കെ ഉണ്ട് എങ്കിൽ പോലും പ്രാക്ടിക്കലായിട്ട് ഇതിൽ ഒരു പുനരാലോചന നടത്താൻ നെതന്യാഹുവിനെ പ്രേരിപ്പിക്കാൻ സാധിക്കുന്നത് അമേരിക്കയ്ക്കാണ്. പക്ഷെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നിർബാധം ആയുധങ്ങൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോടൊപ്പം തന്നെ മറ്റുള്ള പിന്തുണയും നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വെടിനിർത്തൽ സാധ്യത എന്നത് ഏറെക്കുറെ പൂർണ്ണമായിട്ടും അസ്തമിച്ച ഒരു സാഹചര്യമാണ്. വംശഹത്യ അത് അതിശക്തമായി തന്നെ തുടരുന്നു. 200-ലധികം പേർ ഈ പട്ടിണിയിലൂടെ മാത്രം കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇനിയും ആശുപത്രികളിലെ ഇന്ധനമില്ലാത്തതുകൊണ്ട് 100 കണക്കിന് കുട്ടികളും മറ്റുമാണ് ഇനി മരണത്തെ കാത്തു കഴിയുന്നതെന്ന് UN ഉൾപ്പെടെയുള്ള ഏജൻസികളും മുന്നറിയിപ്പ് നൽകുമ്പോൾ സ്ഥിതി കൂടുതൽ ഹൃദയഭേദകമായി തന്നെ തുടരുകയാണ് ഗസയിൽ. ധന്യ. ശരി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി ഗസ വിഷയം ചർച്ച ചെയ്ത് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ഹമദ് അൽ ഥാനി. ഫോൺ വഴിയായിരുന്നു സംഭാഷണം. ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യമാണെന്ന് ഇരുവരും അഭിപ്രായപ്പെട്ടു. ഉപരോധം തുടരുന്ന ഗസയിലേക്ക് അതിവേഗം മാനുഷിക സഹായം എത്തിക്കുന്നതും ഇരുവരും ചർച്ച ചെയ്തു. ഉഭയകക്ഷി വിഷയങ്ങളും ചർച്ചയായി. സിവിൽ ഡിഫൻസ് മേഖലയിൽ കൂടുതൽ സഹകരണം ലക്ഷ്യമിട്ട് ഒമാനും സൗദിയും. ഒമാനിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിൽ നിന്നുള്ള പ്രതിനിധി സംഘം സൗദിയിലെ സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് ജനറൽ സന്ദർശിച്ചു. ഒമാൻ CDAA അതോറിറ്റി ചെയർമാൻ മേജർ ജനറൽ സുലൈമാൻ ബിൻ അലി അൽ ഹുസൈനിയാണ് പ്രതിനിധി സംഘത്തെ നയിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമായിരുന്നു സന്ദർശനം. അതിർത്തി വഴി വൻതോതിൽ വെടിയുണ്ടകൾ കടത്താനുള്ള ശ്രമം തകർത്ത് ഖത്തർ കസ്റ്റംസ്. ചെക്ക് പോസ്റ്റിലെ പതിവ് വാഹന പരിശോധനയിലാണ് വെടിക്കോപ്പുകൾ പിടിച്ചെടുത്തത്. പിടിയിലായവരുടെ പേരുവിവരങ്ങൾ കസ്റ്റംസ് പുറത്തുവിട്ടിട്ടില്ല.
ഖത്തർ സൗദി അതിർത്തിയായ അബൂസമ്ര വഴി എത്തിയ കാറിൽ നിന്ന് 300 മെഷീൻ ഗൺ ബുള്ളറ്റുകളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത്. AK-47 തോക്കുകളിൽ ഉപയോഗിക്കുന്ന അത്യാധുനിക വെടിയുണ്ടകളാണെല്ലാം. ഡ്രൈവർക്കും മുൻസീറ്റ് യാത്രക്കാരനും ഇടയിലുള്ള സ്റ്റോറേജ് യൂണിറ്റിൽ വിദഗ്ധമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇവയുണ്ടായിരുന്നത്. പതിവ് പരിശോധനയിൽ സംശയം തോന്നിയതിനെ തുടർന്ന് കസ്റ്റംസ് വാഹനം വിശദമായി പരിശോധിക്കുകയായിരുന്നു. പ്രതിയുടെ അസ്വാഭാവികമായ പെരുമാറ്റവും കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ സംശയമുണ്ടാക്കി. പ്രതിയുടെ പേര്, രാജ്യം, അറസ്റ്റ് തുടങ്ങി സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന അതിർത്തിയാണ് അബൂസമ്ര. ഖത്തറിലേക്ക് കരമാർഗമുള്ള ഏക പ്രവേശന കവാടം കൂടിയാണിത്. മീഡിയ 1 ദോഹ. ചൈനയിൽ നിന്ന് കുവൈറ്റിലേക്ക് കടത്താൻ ശ്രമിച്ച 5.59 ദശലക്ഷം ക്യാപ്സ്യൂളുകൾ കസ്റ്റംസ് അധികൃതർ പിടികൂടി. എയർ കാർഗോ വഴി എത്തിയ ഷിപ്മെന്റുകൾ പരിശോധിച്ചപ്പോഴാണ് ക്യാപ്സ്യൂളുകൾ കണ്ടെത്തിയത്. കൂടുതൽ നിയമ നടപടികൾക്കായി കേസുകൾ ഫയൽ ചെയ്തതായി കസ്റ്റംസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. അബുദാബിയിൽ ഇനി നിയമലംഘനങ്ങൾ കണ്ടെത്താൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്താനും രാജ്യതലസ്ഥാനത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനുമാണ് നിർമ്മിത ബുദ്ധി അബുദാബി പോലീസിനെ സഹായിക്കുക. ഡാറ്റ അനലിറ്റിക്സ് കമ്പനിയായ പ്രസൈറ്റും അബുദാബി പോലീസ് തമ്മിലുള്ള കരാർ ഇതിനായി ഉപയോഗിക്കും. നിയമലംഘനത്തിന്റെ വിവരങ്ങൾ എളുപ്പത്തിൽ പോലീസിനെ അറിയിക്കാനും വേഗത്തിൽ നടപടി സ്വീകരിക്കാനും സംവിധാനം സഹായകരമാകും. കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെ ഭാവിയിൽ നിയമലംഘനങ്ങൾ തടയാനും ഇതുവഴി സാധിക്കും. കുവൈത്തിൽ വാഹനം പെയിന്റ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുറത്തിറക്കി ട്രാഫിക് വകുപ്പ്. വാഹനത്തിന്റെ നിറം മാറ്റാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം സാങ്കേതിക പരിശോധനാ വകുപ്പ് സന്ദർശിച്ച് അനുമതി തേടണം. അംഗീകാരം ലഭിച്ച ശേഷം അംഗീകൃത വർക്ക്ഷോപ്പിൽ വാഹനം പെയിന്റ് ചെയ്ത് വീണ്ടും സാങ്കേതിക വിഭാഗത്തിന്റെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. തുടർന്ന് വാഹന രജിസ്ട്രേഷൻ വിഭാഗത്തിൽ നിന്ന് പുതുക്കിയ രേഖകൾ കൈപ്പറ്റണമെന്നും അധികൃതർ അറിയിച്ചു. അനുമതിയില്ലാതെ വാഹനത്തിന്റെ നിറം മാറ്റിയാൽ പിഴ ചുമത്തുമെന്നും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിന് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. 4 ലക്ഷത്തോളം അപേക്ഷകളാണ് ഇതുവരെ ലഭിച്ചത്. കൊച്ചി വഴിയാണ് ഏറ്റവും കൂടുതൽ പേർ യാത്ര തെരഞ്ഞെടുത്തത്. ഒരാഴ്ചത്തേക്ക് നൽകിയ അധിക സമയപരിധിയാണ് ഇന്ന് അവസാനിക്കുക. കഴിഞ്ഞ മാസം 31 വരെ 17,000-ഓളം അപേക്ഷകൾ കമ്മിറ്റിക്ക് ലഭിച്ചു. സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരാഴ്ച കൂടി നീട്ടി നൽകുകയായിരുന്നു. 8,000-ഓളം അധിക ഹജ്ജ് അപേക്ഷകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചത്. 24,739 പേർ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇതിൽ നറുക്കെടുപ്പില്ലാതെ അവസരം ലഭിക്കുന്ന വിഭാഗങ്ങളിലേക്ക് അപേക്ഷിച്ചത് 8,206 പേരാണ്. 15,733 പേർ ജനറൽ വിഭാഗത്തിൽ അപേക്ഷിച്ചു. ഇവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയായിരിക്കും ഹജ്ജിന് അവസരം നൽകുക. ഇത്തവണ കൊച്ചിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ അപേക്ഷിച്ചിട്ടുള്ളത്. 15,617 പേർ കൊച്ചി വഴിയും ബാക്കിയുള്ളവർ കണ്ണൂർ, കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റ് വഴിയുമാണ് ഹജ്ജ് യാത്ര തെരഞ്ഞെടുത്തത്. അപേക്ഷയ്ക്ക് കൂടുതൽ സമയം അനുവദിക്കില്ലെന്ന് നേരത്തെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വ്യക്തമാക്കിയിരുന്നു. ഹജ്ജ് തുകയുടെ ആദ്യ ഗഡു ഈ മാസം 20-ന് നൽകേണ്ടിവരും. ജനറൽ വിഭാഗത്തിലുള്ളവരുടെ നറുക്കെടുപ്പ് ഈ ആഴ്ചക്കുള്ളിൽ പൂർത്തിയാകും. ഇതോടെ ഹജ്ജിന് പോകുന്നവരുടെ ലിസ്റ്റ് വ്യക്തമാകും. സാബിത് സലീം, മീഡിയ 1, മക്ക. സൗദിയിൽ പ്രീമിയം ഇഖാമകൾക്കുള്ള അപേക്ഷകളിൽ വർധന. 2024-ലും 2025-ലുമായി 40,000 അപേക്ഷകൾ ലഭിച്ചതായി പ്രീമിയം റെസിഡൻസി പ്ലാറ്റ്ഫോം വെളിപ്പെടുത്തി. 8,000-ലധികം പേർക്കാണ് പ്രീമിയം ഇഖാമകൾ അനുവദിച്ചത്. 2024 ജനുവരി മുതൽ 2025 ജൂലൈ വരെയുള്ള കാലയളവിൽ സൗദി പ്രീമിയം റെസിഡൻസി പ്ലാറ്റ്ഫോമിന് 40,163 അപേക്ഷകൾ ലഭിച്ചതായി വെളിപ്പെടുത്തി. ആഗോള പ്രതിഭകളെയും നിക്ഷേപകരെയും ആകർഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പദ്ധതിക്കുള്ള മികച്ച പ്രതികരണമാണിതെന്നും പ്ലാറ്റ്ഫോം വ്യക്തമാക്കി. അപേക്ഷകരിൽ 2024 മാത്രം 8,074 പ്രീമിയം റെസിഡൻസി പെർമിറ്റുകൾ അനുവദിച്ചു. ഇവയിൽ ഏറ്റവും കൂടുതൽ പ്രീമിയം ഇക്കാമകൾ അനുവദിച്ചത് അസാധാരണ പ്രതിഭ വിഭാഗത്തിലാണ്. 5,578 പെർമിറ്റുകൾ. 348 പെർമിറ്റുകൾ പ്രതിഭാ വിഭാഗത്തിലും ബാക്കിയുള്ളവ റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥത, സംരംഭകത്വം, ബിസിനസ് നിക്ഷേപം എന്നീ വിഭാഗങ്ങളിലുമാണെന്ന് പ്ലാറ്റ്ഫോം വിശദീകരിച്ചു. കഴിഞ്ഞ വർഷം തുടക്കത്തിലാണ് പ്രീമിയം റെസിഡൻസി അനുവദിക്കുന്നതിനുള്ള വിഭാഗങ്ങളെ വിപുലീകരിച്ചത്. 2-ൽ നിന്നും 7-ആയാണ് ഉയർത്തിയത്. അസാധാരണ പ്രതിഭ, ബിസിനസ് നിക്ഷേപകൻ, സംരംഭകൻ, റിയൽ എസ്റ്റേറ്റ് ഉടമ, ലിമിറ്റഡ്, അൺലിമിറ്റഡ് ഡ്യൂറേഷൻ പ്രീമിയം റെസിഡൻസി എന്നിവയാണ് വിഭാഗങ്ങൾ. ഉയർന്ന മൂല്യമുള്ള വ്യക്തികൾക്ക് സ്പോൺസറുടെ ആവശ്യമില്ലാതെ സൗദിയിൽ താമസിക്കാനും ജോലി ചെയ്യാനും നിക്ഷേപിക്കാനും അനുവാദം നൽകുന്നതാണ് പ്രീമിയം റെസിഡൻസി പെർമിറ്റ്.
നൌഷാദിരിക്കൂർ, മീഡിയ വൺ, ദമ്മാം. ഇന്റർനെറ്റ് ഇല്ലാതെയും നുസൂക്ക് ആപ്പ് ഉപയോഗിക്കാനുള്ള സംവിധാനം ഒരുക്കി സൗദി അറേബ്യ. ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളുമായി സഹകരിച്ചാണ് പദ്ധതി. ഹജ്ജ്, ഉംറ, മസ്ജിദുൽ ഹറം സന്ദർശനം തുടങ്ങിയവയ്ക്ക് ആവശ്യമായ അനുമതികളും സേവനങ്ങളും ലഭ്യമാക്കുന്ന ഔദ്യോഗിക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് നുസൂക്ക്. ഹജ്ജ്, ഉംറ മന്ത്രാലയത്തിൻ്റെതാണ് പദ്ധതി. STC, മൊബൈലി, സെയിൻ എന്നീ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളുമായി സഹകരിച്ചാണ് പ്രവർത്തനം. പദ്ധതിയുമായി സഹകരിക്കുന്ന കമ്പനികളുടെ സിം കാർഡ് ഉപയോഗിച്ച് ഇന്റർനെറ്റ് ഇല്ലാതെ തന്നെ നുസൂക്കിന്റെ മുഴുവൻ സേവനങ്ങളും ലഭ്യമാകും. ഹജ്ജ്, ഉംറ, യാത്രാ സൗകര്യങ്ങൾ തുടങ്ങിയവ കൂടുതൽ ലളിതമാക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. നുസൂക്ക് ആപ്പിന്റെ പ്രധാന സേവനങ്ങൾ ഇപ്രകാരമാണ്: ഹജ്ജ്, ഉംറ എന്നിവയുടെ അനുമതി നേടൽ, ഹറമൈൻ ഹൈസ്പീഡ് ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ്, നുസൂക്ക് മാപ്പ്, AI ഉപയോഗിച്ച് സംശയങ്ങൾക്കുള്ള ഉത്തരം, റിപ്പോർട്ടുകളും അന്വേഷണങ്ങളും സമർപ്പിക്കൽ തുടങ്ങിയവയാണവ. പുതിയ പദ്ധതി വിപുലമായി ലഭ്യമാകുന്നതോടെ തീർത്ഥാടകർക്ക് മികച്ച അനുഭവമായിരിക്കും ലഭ്യമാവുക. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ വൺ, റിയാദ്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റഷ്യയിലെത്തി. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിൽ സുസ്ഥിര സമാധാനത്തിന് ഇസ്രായേലിനും പലസ്തീനും ഇടയിലെ ദ്വിരാഷ്ട്ര പരിഹാര ഫോർമുല നടപ്പാക്കണമെന്ന് നേതാക്കൾ വിലയിരുത്തി. മോസ്കോയിലെ വനുക്കോവോ വിമാനത്താവളത്തിലെത്തിയ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദിന് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. സൈനിക ബഹുമതികളോടെ റഷ്യൻ ഭരണ നേതൃത്വത്തിലെ പ്രമുഖർ ഷെയ്ഖ് മുഹമ്മദിനെ വരവേറ്റു. ക്രെംലിൻ കൊട്ടാരത്തിലായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ച. സാമ്പത്തികം, വാണിജ്യം, നിക്ഷേപം, ബഹിരാകാശം, ഊർജം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലെ സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ചായിരുന്നു പ്രധാന ചർച്ച. പശ്ചിമേഷ്യയിൽ സമാധാനവും സുസ്ഥിരതയും ഉറപ്പുവരുത്താൻ ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പാക്കുകയാണ് വേണ്ടതെന്ന് ഇരു നേതാക്കളും അഭിപ്രായപ്പെട്ടു. വാണിജ്യ നിക്ഷേപ രംഗത്തെ സഹകരണത്തിന് ടിസിയ കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ തടവിലാക്കപ്പെട്ട 4000 പേരെ മോചിപ്പിക്കുന്നതിന് UAE നടത്തിയ ശ്രമങ്ങൾക്ക് പുടിൻ ഷെയ്ഖ് മുഹമ്മദിന് നന്ദി അറിയിച്ചു. അറബ് രാജ്യങ്ങളും റഷ്യയും തമ്മിലെ ബന്ധം ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ഒക്ടോബറിൽ സംഘടിപ്പിക്കുന്ന റഷ്യ-അറബ് ഉച്ചകോടിയും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. UAEയുടെ വിവിധ മന്ത്രിമാർ, സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി ജനറൽ ഉൾപ്പെടെ പ്രമുഖർ പ്രസിഡന്റിനൊപ്പം റഷ്യയിലെത്തിയിട്ടുണ്ട്. മീഡിയ വൺ, ദുബായ്. സിവിൽ ഡിഫൻസ് മേഖലയിൽ കൂടുതൽ സഹകരണം ലക്ഷ്യമിട്ട് ഒമാനും സൗദിയും. ഒമാനിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിൽ നിന്നുള്ള പ്രതിനിധി സംഘം സൗദിയിലെ സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് ജനറൽ സന്ദർശിച്ചു. ഒമാൻ CDAA അതോറിറ്റി ചെയർമാൻ മേജർ ജനറൽ സുലൈമാൻ ബിൻ അലി അൽ ഹുസൈനിയാണ് പ്രതിനിധി സംഘത്തെ നയിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമായായിരുന്നു സന്ദർശനം. കുവൈത്തിൽ വരും ദിവസങ്ങളിൽ ചൂടും ഈർപ്പവും കൂടിയ കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തീരപ്രദേശങ്ങളിൽ വെള്ളിയാഴ്ച മുതൽ ഈർപ്പം കൂടുമെന്ന് ആക്ടിംഗ് ഡയറക്ടർ അധാർ അലി പറഞ്ഞു. ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും തുറന്ന പ്രദേശങ്ങളിൽ പൊടിക്കാറ്റുണ്ടാകാമെന്നും അദ്ദേഹം പറഞ്ഞു. ചിതറിയ മേഘങ്ങൾ രൂപപ്പെടാനും കാഴ്ചാപരിമിതി കുറയാനും സാധ്യതയുണ്ടെന്നും ദരാർ അൽ അലി പറഞ്ഞു. കുവൈറ്റിൽ വേനലിന്റെ അവസാനഘട്ടമായ കുലൈബിൻ സീസൺ ഓഗസ്റ്റ് 11 മുതൽ ആരംഭിക്കും. 13 ദിവസം നീണ്ടു നിൽക്കുന്ന കുലൈബിൻ സീസൺ അതിരൂക്ഷമായ ചൂടിൽ നിന്ന് താപനില കുറഞ്ഞു തുടങ്ങുന്നതിന്റെ സൂചനയാണ്. സീസൺ അവസാനത്തോടെ സുഹൈൽ നക്ഷത്രം ദൃശ്യമാകുന്നതോടെ കഠിനമായ വേനൽ ഔദ്യോഗികമായി അവസാനിക്കും. താപനില ഉയർന്നിരിക്കുമ്പോഴും ഈർപ്പം വർദ്ധിക്കുന്നതോടെ ചൂട് കുറവായി അനുഭവപ്പെടും. തുടർന്ന് രാജ്യം മിതമായ കാലാവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. ശനിയാഴ്ച ഖത്തറിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. വാരാന്ത്യങ്ങളിൽ പകൽ സമയത്ത് ചൂടേറിയ കാലാവസ്ഥ തുടരുമെങ്കിലും രാജ്യത്തിന്റെ ചില പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. വെള്ളി, ശനി ദിവസങ്ങളിൽ പൊടിക്കാറ്റിന് സാധ്യതയുണ്ട്. ഈ വാരാന്ത്യത്തിൽ താപനില 34 മുതൽ 43 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ഹെൽത്തി ഗവർണറേറ്റ് പദവി നേടി ബഹ്റൈനിലെ മുഹറഖ് ഗവർണറേറ്റ്. ജനങ്ങളുടെ ആരോഗ്യവും ക്ഷേമവും ഉറപ്പാക്കാൻ മുഹറഖ് ഗവർണറേറ്റ് നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണിത്. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലും ആരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹ്യ മേഖലകളിൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ഗവർണറേറ്റ് ശ്രദ്ധ നൽകിയതും അംഗീകാരത്തിന് കാരണമായി.
കുവൈത്തിൽ ഉപേക്ഷിക്കപ്പെട്ട 489 വാഹനങ്ങൾ ഫർബാനിയ മുനിസിപ്പാലിറ്റി നീക്കം ചെയ്തു. ജൂലൈ മാസം ക്ലീനിംഗ് ആൻഡ് റോഡ് ഓക്യുപ്പൻസി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്യാമ്പയിനുകളിലാണ് ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളും സ്ക്രാപ്പ് മെറ്റലുകളും ബോട്ടുകളും നീക്കം ചെയ്തത്. പരിശോധനയിൽ 516 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായും 288 മുന്നറിയിപ്പുകൾ നൽകിയതായും ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മുഹമ്മദ് അൽജബ അറിയിച്ചു. ഭിന്നശേഷിക്കാരായ യാത്രക്കാർക്ക് വീൽ ചെയർ ആവശ്യമാണെങ്കിൽ മുൻകൂട്ടിയോ ബുക്കിംഗ് സമയത്തോ എയർലൈൻ അധികൃതരെ അറിയിക്കണമെന്ന് ഒമാൻ എയർപോർട്ട്സ്. ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക പാർക്കിംഗ് സ്ഥലങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ചെക്ക് ഇൻ ചെയ്യുന്ന സമയം മുതൽ വിമാനത്തിൽ കയറുന്നതുവരെ ഗ്രൗണ്ട് സർവീസ് സ്റ്റാഫ് ഭിന്നശേഷി യാത്രക്കാരെ അനുഗമിക്കും. കൂടുതൽ ഭിന്നശേഷി സൗഹൃദമാവുകയാണ് ഒമാൻ എയർപോർട്ടുകൾ. ചെക്ക് ഇൻ ചെയ്യുന്ന സമയം മുതൽ വിമാനത്തിൽ കയറുന്നതുവരെ ഗ്രൗണ്ട് സർവീസ് സ്റ്റാഫ് ഭിന്നശേഷി യാത്രക്കാരെ അനുഗമിക്കും. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ഒരു പ്രത്യേക ലെയിനും നിയുക്ത പാസ്പോർട്ട് ഡെസ്കും ഉണ്ടായിരിക്കും. മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇത്തരം യാത്രക്കാർക്ക് ശാന്തവും സുരക്ഷിതവുമായ അന്തരീക്ഷത്തിൽ പൂർണ്ണമായും സജ്ജീകരിച്ച ഒരു ലോഞ്ച് നൽകിയിട്ടുണ്ട്. എളുപ്പത്തിൽ എത്തിച്ചേരാൻ അനുയോജ്യമായ രീതിയിൽ സജ്ജീകരിച്ച വിശ്രമമുറികളും സമീപത്ത് ലഭ്യമാണ്. ഈ സേവനത്തിന്റെ പ്രയോജനത്തിനായി യാത്രക്കാർക്ക് ഡിപ്പാർച്ചർ ഹാളിന്റെ മുൻവശത്തെ ലോബിയിലുള്ള പ്രത്യേക ആവശ്യക്കാരുള്ള യാത്രക്കാർ എന്ന ഡെസ്കിലേക്ക് പോകാം. റിസർവേഷൻ നടത്തുമ്പോൾ യാത്രക്കാർ അവരുടെ അവസ്ഥയും ആവശ്യമായ ഉപകരണങ്ങളും എയർ കാരിയറിനെ അറിയിക്കണമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാരോ പ്രത്യേക ആവശ്യകതകളോ ഉള്ള യാത്രക്കാരന് അവരുടെ മൊബിലിറ്റി എയ്ഡുകളും ഉപകരണങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് എയർ കാരിയർ ഉറപ്പാക്കണം. നാശനഷ്ടം നേരിട്ടാൽ അവയുടെ മൂല്യത്തിന് നഷ്ടപരിഹാരം നൽകണം. മീഡിയ 1 മസ്കത്ത്. ലണ്ടനിലെ കേംബ്രിഡ്ജിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയുടെ മൃതദേഹം നാളെ മക്കയിൽ കബറടക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സൗദി സ്വദേശി മുഹമ്മദ് യൂസുഫ് അൽ ഖാസിം കൊല്ലപ്പെട്ടത്. രാത്രി 11:30 താമസ സ്ഥലത്തേക്ക് മടങ്ങുന്നതിനിടെ അക്രമികൾ ഇദ്ദേഹത്തെ വളയുകയും കത്തികൊണ്ട് കുത്തി പരിക്കേൽക്കുകയും ചെയ്തു. കേംബ്രിഡ്ജിന് സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ EF ഇന്റർനാഷണൽ ഭാഷാ കോളേജിൽ വിദ്യാർത്ഥിയാണ് കൊല ചെയ്യപ്പെട്ട മുഹമ്മദ് യൂസഫ് അൽ ഖാസിം. രാത്രി 11:30 താമസ സ്ഥലത്തേക്ക് മടങ്ങുന്നതിനിടെ ആക്രമികൾ ഇദ്ദേഹത്തെ വളയുകയും കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. കഴുത്തിൽ 11.5 സെന്റിമീറ്റർ ആഴത്തിലുള്ള കുത്തേറ്റ് തൽക്ഷണം മരണം സംഭവിച്ചു. കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടീഷ് ഔദ്യോഗിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നത്. മൃതദേഹം നാളെ മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ ജനാസ നമസ്കാരത്തിന് ശേഷം കബറടക്കും. അൽ ഷുഹദ ഖബർസ്ഥാനിലായിരിക്കും സംസ്കാരം. സംഭവത്തിൽ ബ്രിട്ടീഷ് പൗരനായ ചാൾസ് കൊറിഗനെതിരെ കേസെടുത്തിട്ടുണ്ട്. കൊലപാതകം, പൊതുയിടത്തിൽ ആയുധം ഉപയോഗിക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. കോൺബ്രിഡ്ജ് ക്രൗൺ കോടതിയിൽ കഴിഞ്ഞ ദിവസം ഇയാളെ വിചാരണക്ക് ഹാജരാക്കിയിരുന്നു. കുറ്റം നിഷേധിച്ചതിനാൽ സെപ്റ്റംബർ 8 സിറ്റിംഗ് മാറ്റുകയാണുണ്ടായത്. 10 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഭാഷാ പഠന കോഴ്സിന് വേണ്ടിയാണ് കാസിം ഭാഷാ കോളേജിൽ എത്തുന്നത്. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയിലെ റിയാദിൽ കാറിലെ AC ഓൺ ചെയ്ത് ഉറങ്ങിയ ദമ്പതികൾ ശ്വാസം മുട്ടി മരിച്ചു. സുഡാൻ സ്വദേശികളായ ഡോക്ടർ അബ്ദുൽ അസീസ് ഇദ്രിസും ഭാര്യയുമാണ് മരിച്ചത്. സക്ര ആശുപത്രിയിലെ സർജനായിരുന്നു. ഇദ്ദേഹം ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ വിശ്രമിക്കാനായി വാഹനം പാർക്ക് ചെയ്ത് ഉറങ്ങുകയായിരുന്നു. കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഖരീഫ് സീസണിന്റെ ഭാഗമായി സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചതോടെ ഒമാനിലെ ദോഫാറിലെ ഇന്ധന പമ്പുകളിൽ പരിശോധന ശക്തമാക്കി. അളവുകളുടെയും ഗുണനിലവാരത്തിന്റെയും കൃത്യത ഉറപ്പാക്കുന്നതിനായി മൊബൈൽ ലബോറട്ടറി ടീം നടത്തിയ പരിശോധനയിൽ 4 ലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഖരീഫ് സീസണിൽ സഞ്ചാരികൾ സലാലിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കെ ദോഫാർ ഗ്രൗണ്ടിലെ ഇന്ധന പമ്പുകളിൽ മൊബൈൽ ലബോറട്ടറി ടീമുകൾ ഫീൽഡ് പരിശോധനകൾ ശക്തമാക്കി. ഉപഭോക്താക്കൾക്കായുള്ള സേവനത്തിന്റെ അളവുകളുടെയും ഗുണനിലവാരത്തിന്റെയും കൃത്യത ഉറപ്പാക്കുന്നതിനായാണ് പരിശോധന നടത്തുന്നത്. പരിശോധനാ സംഘങ്ങളുടെ കണക്കനുസരിച്ച് 210 ഇന്ധന ഡിസ്പെൻസറികൾ ഉൾപ്പെടെ ദോഫാറിലുടനീളമുള്ള 45 ഇന്ധന സ്റ്റേഷനുകളിൽ ഇതുവരെ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. അംഗീകൃത മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും അളവുകളുടെ കൃത്യത പരിശോധിക്കുന്നതിനുമായി ആകെ 429 സാങ്കേതിക പരിശോധനകളാണ് നടത്തിയത്. ഇതിന്റെ ഫലമായി 4 സ്റ്റേഷനുകളിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചട്ടങ്ങൾക്കനുസൃതമായി നടപടിയെടുത്തു. ഇന്ധന ആവശ്യകത ഉയരുന്ന ഖരീഫ് സീസണിൽ വിപുലീകരിച്ച നിരീക്ഷണ പദ്ധതിയുടെ ഭാഗമായാണ് ക്യാമ്പയിൻ. ഉപഭോക്താവകാശങ്ങൾ സംരക്ഷിക്കുക, തടസ്സമില്ലാത്ത സേവന വിതരണം നിലനിർത്തുക എന്നിവയാണ് ലക്ഷ്യം. പരിശോധന വരും ദിവസങ്ങളിൽ ശക്തമാക്കാനാണ് അധികൃതരുടെ തീരുമാനം. മീഡിയ 1, സലാല. കുവൈത്തിൽ ഈ വർഷം ആദ്യ പകുതിയിൽ 1304 തീപിടുത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ഫയർഫോഴ്സ് അറിയിച്ചു. ഹവലിയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. വൈദ്യുത ഓവർലോഡാണ് തീപിടുത്തത്തിന്റെ പ്രധാന കാരണം. അപ്പാർട്ട്മെന്റുകളിലും ഓഫീസുകളിലും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഫയർഫോഴ്സ് മുന്നറിയിപ്പ് നൽകി.
കുവൈത്ത് അൽറായിൽ സംയുക്ത പരിശോധനാ ക്യാമ്പയിൻ സംഘടിപ്പിച്ച് ഫയർ ഡിപ്പാർട്ട്മെന്റ്. പരിശോധനയിൽ 19 വ്യാവസായിക സ്ഥാപനങ്ങളും കടകളും അധികൃതർ അടച്ചുപൂട്ടി. ജനറൽ ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നിരവധി സർക്കാർ സ്ഥാപനങ്ങളുമായി സഹകരിച്ചായിരുന്നു നടപടി. അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ 56 സ്ഥാപനങ്ങൾക്ക് നോട്ടീസുകളും മുന്നറിയിപ്പുകളും നൽകി. നവോദയ സാംസ്കാരിക വേദി സൗദി ദമാം ഘടകം നൽകുന്ന കോടിയേരി ബാലകൃഷ്ണൻ സമഗ്ര സംഭാവന അവാർഡുകൾ വിതരണം ചെയ്തു. പുരസ്കാരങ്ങളുടെ വിതരണം വ്യവസായ മന്ത്രി പി രാജീവ് നിർവഹിച്ചു. പാലിയേറ്റീവ് രംഗത്തെ മികച്ച സേവനങ്ങൾക്ക് ഡോക്ടർ മാത്യൂസ് നമ്പേലി അവാർഡ് ഏറ്റുവാങ്ങി. എറണാകുളം ആലുവ കോളേജിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ നവോദയ സാംസ്കാരിക വേദി സൗദി ദമാം ഘടകം നൽകുന്ന കോടിയേരി ബാലകൃഷ്ണൻ സമഗ്ര സംഭാവന അവാർഡുകൾ വിതരണം ചെയ്തു. പാലിയേറ്റീവ് രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ഡോക്ടർ മാത്യു നമ്പോലന് സംസ്ഥാന വ്യവസായ മന്ത്രി അവാർഡ് സമ്മാനിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഒപ്പം പാലിയേറ്റീവ് രംഗത്തെ മികച്ച പ്രവർത്തനം നടത്തിയ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്രത്യേക പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. കരകുളം ഗ്രാമപഞ്ചായത്ത്, പന്തളം ബ്ലോക്ക് പഞ്ചായത്ത്, തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികൾ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. CPIM പ്രതിനിധികളായ വി സലീം, ഉദയകുമാർ, ബിനീഷ് കൊടിയേരി, പ്രവാസി സംഘം പ്രതിനിധി ദേവാനന്ദൻ എന്നിവർ സംസാരിച്ചു. ജോർജ് വർഗീസ്, രഞ്ജിത്ത് വടകര, ഷാജി ഇബ്രാഹിം, സിഹി നാസർ, നന്ദിനി മോഹൻ, മോഹനൻ വെള്ളിനേഴി, പവനൻ മൂലക്കീൽ, പ്രദീപ് കൊട്ടിയം എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമ്മാം. 10,000 സ്റ്റെപ്സ് ചലഞ്ച് സംഘടിപ്പിച്ച് ഖത്തർ തൊഴിൽ മന്ത്രാലയം. ദോഹ ഫെസ്റ്റിവൽ സിറ്റിയുമായി സഹകരിച്ചായിരുന്നു പരിപാടി. വേനൽക്കാലത്ത് മെച്ചപ്പെട്ട ജീവിതശൈലി ഉറപ്പാക്കുന്നതിനായി ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷനു കീഴിലാണ് ഇൻഡോർ വാക്കിംഗ് ഇവന്റുകൾ സംഘടിപ്പിക്കുന്നത്. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ ടീൻസ് വിഭാഗം ബഹ്റൈനിൽ സംഘടിപ്പിക്കുന്ന റെസിഡൻഷ്യൽ ക്യാമ്പിന് തുടക്കമായി. ദിശ സെന്ററിൽ ഒരുക്കുന്ന ക്യാമ്പ് 3 ദിവസം നീണ്ടു നിൽക്കും. ഫയാസ്, ഹബീബ്, അൻഷദ് കുന്നക്കാവ് എന്നിവർ വിവിധ പരിശീലന സെഷനുകൾക്ക് നേതൃത്വം നൽകും. വാഹനങ്ങളുടെ കയറ്റിറക്കുമതിക്കുള്ള ശേഷി വർദ്ധിപ്പിച്ച് ദുബായ് തുറമുഖം. ജബൽ അലി പോർട്ടിൽ 2.6 ദശലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയുള്ള യാർഡിനാണ് ഇതിനായി DP വേൾഡ് സജ്ജമാക്കിയത്. 13,000 കാറുകൾ കൂടി നിർത്തിയിടാനുള്ള സൗകര്യം വർദ്ധിപ്പിച്ചതോടെ യാർഡിൽ മൊത്തം 75,000 കാറുകൾ ഒരേ സമയം സൂക്ഷിക്കാനാകും. ദുബൈയിലെ ലുലു മാളിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തി ദുബായ് ഭരണാധികാരി. ഇന്ന് വൈകുന്നേരമാണ് ദുബായ് സിലിക്കൺ ഒയാസിസിലെ സെൻട്രൽ മാളിൽ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് പൊടുന്നനെ വന്നിറങ്ങി ഷോപ്പിംഗിനെത്തിയവരെ ഞെട്ടിച്ചത്. മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ വിവിധ വിഭാഗങ്ങളിലെത്തി അദ്ദേഹം ജീവനക്കാരുമായി ആശയവിനിമയം നടത്തി. തൻബീഹ് എന്ന പേരിൽ SKSSFന്റെ ആഭിമുഖ്യത്തിൽ ബഹ്റൈനിൽ പഠനവേദി സംഘടിപ്പിച്ചു. സജീർ പന്തക്കൽ അധ്യക്ഷത വഹിച്ച പരിപാടി ഓർഗനൈസിംഗ് സെക്രട്ടറി അബ്ദുൽ മജീദ് ചൊലക്കാട് ഉദ്ഘാടനം ചെയ്തു. റബി ഫൈസി അമ്പലക്കടവ്, അഷ്റഫ് അൻവരി ചേലക്കര, SM അബ്ദുൽ വാഹിദ്, നവാസ് കുണ്ടറ എന്നിവർ നേതൃത്വം നൽകി.